നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു. നിങ്ങളിൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റായി, നീറ്റായി, വൃത്തിയായി ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നേരത്തെ നാം പറഞ്ഞ നിർവചന പ്രകാരം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യലാണ് ഇബാദത്തെങ്കിൽ അത് ഏതൊരു ചെറിയ കാര്യമാകട്ടെ. ഒരു മെക്കാനിക്കിന് അയാളുടേതായ കാര്യം ചെയ്യാനുണ്ട്, ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് അയാളുടേതായ കാര്യം ചെയ്യാനുണ്ട്, ഒരു മുവല്ലിഫിന്, ഒരു ഉദ്യോഗസ്ഥന്, ഒരു ഭരണാധികാരിക്ക്, ഒരു ഡ്രൈവർക്ക്, എല്ലാവർക്കും അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഭംഗിയായി ഒരു ഇബാദത്ത് നിർവഹിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് ആ വിഷയത്തിലുണ്ടായ ചില തെറ്റിദ്ധാരണകൾ വരെ തിരുത്തി കൊടുത്തു. കുടുംബത്തിനു വേണ്ടി അങ്ങാടിയിൽ വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരാളെ കണ്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഈ അധ്വാനം യുദ്ധരംഗത്തായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിലായിരുന്നു ഈ അധ്വാനമെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഖറജ യസ്ആ അലാ വൽദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ് ഇൻ കാന ഖറജ യസ്ആ അലാ വാലിദൈഹി അബവൈനി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാഹ് ഇൻ കാന ഖറജ അലാ നഫ്സിഹി യഉഫുഹാ ഫഹുവ ഫീ സബീലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ വിചാരിച്ചോ യുദ്ധത്തിൽ പങ്കെടുക്കൽ മാത്രമാണ് പുണ്യകർമ്മമെന്ന്? എന്നാൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ അധ്വാനിക്കുന്നതെങ്കിൽ അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരമാണ്. പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ അധ്വാനമെങ്കിൽ അത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഇനി ഇവരാരുമില്ല, മറ്റൊരാളോട് കൈനീട്ടാതെ അന്തസ്സോടുകൂടി ജീവിക്കാനാണ് ജോലി എടുക്കുന്നതെങ്കിൽ അതാണ് യഇഫുഹ, സ്വന്തം നഫ്സിനെ ഇഫത്തുള്ളതാക്കാൻ, അന്തസ്സുള്ളതാക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ. ഭാര്യയും മക്കളും മാതാപിതാക്കളും ആരുമില്ല, ഒറ്റത്തടിയാണെങ്കിലും അധ്വാനിക്കണം. എന്തിനു വേണ്ടി? മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാൻ, അള്ളാഹുവിന്റെ